എൻ്റെ ടിൻ ഫ്ലെയിം ജേണിയിലെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ ഈ ടിൻ ഫ്ലെയിം ജേണിയിൽ എങ്ങനെ എത്തപ്പെട്ടു എന്നതിനെക്കുറിച്ചാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. ഞാൻ ഈ ജേണിയിലേക്ക് വരുന്നതിന് മുമ്പേ ഒരുപാട് കർമ്മബന്ധങ്ങളിൽപ്പെട്ട് ഒരുപാട് സങ്കടം അനുഭവിച്ചിരുന്ന ഒരാളായിരുന്നു. ഞാൻ ഈ സങ്കടം സഹിക്കാൻ പറ്റാതെ ഈ ബന്ധങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാൻ വേണ്ടി ഞാൻ എല്ലാ ആഴ്ചയും ഗുരുവായൂരമ്പലത്തിൽ പോകുമായിരുന്നു. ഗുരുവായൂരമ്പലത്തിൽ പോയിട്ട് എല്ലാവരും ഗുരുവായൂരമ്പലത്തിൽ വളരെ ഹാപ്പിയോടെ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് വാങ്ങാനും ഒരുപാട് പറയാനൊക്കെയാണ് എല്ലാവരും ഗുരുവായൂരമ്പലത്തിൽ പോകാറ് സന്തോഷത്തോടു കൂടി. ഞാനെന്ന് വെച്ചാൽ സങ്കടങ്ങൾ വേറിയിട്ടാണ് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എത്താം. സങ്കടങ്ങൾ വേറി ചെന്നിട്ട് ആകെ ഒരു കാര്യം മാത്രമാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കുക: ഭഗവാനെ, എനിക്ക് എൻ്റെ ഈ ജീവിതം എടുത്തു, ഇനി എനിക്ക് ജീവിക്കണ്ട, ഇനി എനിക്കൊരു ജന്മവും വേണ്ട, ഈ ജീവിതം എത്രയും പെട്ടെന്ന് അവസാനിച്ചിട്ട് ഭഗവാന്റെ പാദത്തിൽ ലയിക്കാനായിട്ട് എനിക്കൊരു അവസരം ഉണ്ടാക്കി തരണേ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുക. അത് ഞാൻ നിറകണ്ണുകളോട് കൂടിയാണ് പ്രാർത്ഥിക്കുക. കരയാറുണ്ട് ഞാൻ ആ പ്രാർത്ഥിക്കുന്നിടത്ത് നിന്നിട്ട്. അതിനെനിക്ക് ഭഗവാൻ നൽകിയ ഒരു മറുപടി ആയിരുന്നു ഈ ടിൻ ഫ്ലെയിം ജേണി എന്നാണ് കേട്ടോ എൻ്റെ വിശ്വാസം. ഭൗതികമായ സുഖങ്ങളല്ലാണ്ട് മറിച്ച് വേദനകളിലൂടെ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിച്ചിട്ട് ഭഗവാനെ പ്രാപിക്കാനുള്ളൊരു പാതിന് എനിക്ക് ഭഗവാൻ തുറന്നു തന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ യാത്രയിൽ താങ്ങും തണലായിട്ട് ഭഗവാൻ എന്നും കൂടി ഉണ്ടാവാറുണ്ട്. നമ്മുടെ DM നമ്മളിൽ നിന്ന് റൺ ചെയ്യുമ്പോൾ എൻ്റെ ഭഗവാന്റെ അടുത്ത് ഞാൻ പോയിട്ട് ചോദിക്കും: ഭഗവാനെ, എന്താ അതിങ്ങനെ, ഇതെന്ത് ചെയ്യണേ, ഇതെന്താ, എനിക്ക് എന്തൊക്കെ സംഭവിക്കണം, ഞാൻ എന്താ ഇങ്ങനത്തെ ഒരു രീതിയിലേക്കൊക്കെ ആവണേ, അന്നൊന്നും ഈ ജേണിയെക്കുറിച്ചൊന്നും ഒന്നും അറിയില്ലല്ലോ. ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുമ്പോൾ ഭഗവാൻ ഒരു ഉത്തരം എന്നോട് പറഞ്ഞു തരും. അതിങ്ങനെയാണ്: ആളെവിടെ പോയാലും തിരിച്ചു വരും, എവിടെ പോയാലും തിരിച്ചു വരും, ഇത് മാത്രമാണ്. അപ്പം ഞാൻ വിചാരിക്കുക, ഇത് എനിക്ക് വെറുതെ തോന്നണതാവും, ഇത് ഭഗവാൻ പറയണമെന്നല്ല, ഇതെൻ്റെ പൊട്ട ചിന്തകളിൽ വരുന്നതാവും, ആളോടുള്ള ഒരു സ്നേഹം കൊണ്ട് തോന്നണതാവും എന്നൊക്കെ ഞാൻ കരുതാറ്. പക്ഷെ പിന്നീടല്ല എനിക്ക് മനസ്സിലാവണം ഭഗവാൻ പറഞ്ഞു തരുന്നതൊക്കെ സത്യമാണെന്നുള്ളത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ശാന്തതയാട്ടോ. നമ്മുടെ പ്രാർത്ഥനകൾ അവിടെ അർപ്പിക്കുമ്പോൾ നമ്മുടെ കർമ്മഭാരം പകുതിയായി കുറയും. ഒരുപാട് കർമ്മം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ ഈ ജേണിയിൽ വന്നിട്ട് 6 വർഷം ആവണം. പക്ഷേ ആദ്യമൊന്നും എനിക്ക് ജേണി എന്താണെന്നതിനെക്കുറിച്ചും പിന്നെ എന്ത് ചെയ്യണം എങ്ങനെയാണെന്നൊന്നും എനിക്കൊരു ഐഡിയ പോലും ഉണ്ടായിരുന്നില്ല. മുന്നേ ഞാൻ വിഷ്ണു സഹസ്രനാമം, ലളിത സഹസ്രനാമം, പിന്നെ നാരായണ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഇതൊക്കെ ഞാൻ നൂറ്റിട്ട് മാല ജപിക്കണ ആളായിരുന്നു. പക്ഷേ ഈ ജേണിയിൽ വന്നതോടുകൂടി കോൺസെൻട്രേഷൻ ഇല്ലാണ്ടായതോടുകൂടി എല്ലാതും ഞാൻ നിർത്തിവെച്ച ഒരാളാണ്. അപ്പം എനിക്ക് ഇന്നർ വർക്ക് എന്ന് പറയുന്നത് ഒന്നുമില്ല, എന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റണില്ല. ഡാർക്ക് നൈറ്റ് സോളൊക്കെ ആയപ്പോൾ ഒട്ടും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് പിടിച്ചുയർത്തി ഇന്നർ വർക്കൊക്കെ ചെയ്ത് ഇപ്പോൾ ഭഗവാൻ എന്നെ ഒരു എന്താ പറയുക, ഒരു ഹൈ വൈബ്രേഷനിലേക്ക് എന്നെ എത്തിച്ചു എന്ന് പറയാം. അതുകൊണ്ട് നമ്മൾ ഈ ടിൻ ഫ്ലെയിം സോൾക്ക് കർമ്മഭാരം കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ പോണത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ മാനസിക പിരിമുറുക്കത്തിനും അത് നല്ലതാത്ര. ഭഗവാൻ അവിടെ ഒരു കുട്ടിയെന്ന സങ്കല്പത്തിൽ ഓടിക്കളിക്കുന്നതും പിന്നെ പ്രായമായ ആളായിട്ടും പലരും പല രൂപത്തിൽ ഉള്ളിൽ, ഇപ്പം എല്ലാവർക്കും ഉള്ളിൽ കയറാൻ പറ്റിയെന്ന് വരില്ല. അവിടെ എന്ന് വെച്ചാൽ അവിടെ ചെന്നവർക്ക് അവിടുത്തെ കഥകൾ അറിയുള്ളൂ. ഭയങ്കര ക്യൂവും പിന്നെ ജാതി മതം ഒക്കെ പ്രശ്നമാണ് അവിടെ. അതിന് പുറമെ ചുറ്റും നടക്കണോണ്ടൊന്നും ജാതി മതം പ്രശ്നമല്ല കേട്ടോ. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഒന്ന് പോയാൽ തന്നെ അവിടെ ചവിട്ടണത് തന്നെ പുണ്യാന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുറേ കർമ്മഭാരങ്ങളൊക്കെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ ഒഴിയുന്നതാണ് എല്ലാവരുടെയും വിശ്വാസം. അപ്പോൾ പറ്റണവരൊക്കെ ഒന്ന് പോയിട്ട് ഭാരങ്ങളൊക്കെ ഒന്ന് ഇറക്കി വയ്ക്കാം ശ്രമിക്കട്ടെ. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഈ ചാനലിൽ എൻ്റെ ഈ ചാനലിൽ വരുന്ന DFകൾക്ക് എന്നും ഒരു കൂട്ടായിട്ട് കൈത്താങ്ങായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും. അതെന്നെ ഭഗവാനെ ഏൽപ്പിച്ചെന്നുള്ളൊരു ദൗത്യമാണ്. അതിനൊരു കാരണമുണ്ട്. ഞാൻ ഈ ചാനൽ ഒരിക്കലും ഞാനൊരു ചാനൽ തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളൊരു വ്യക്തി ആയിരുന്നില്ല. എൻ്റെ ഉള്ളിലിങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ട് ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതും ജേണി എങ്ങനെയാണ് പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ അത് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. ആരെങ്കിലുമൊക്കെ ഉണ്ടാവാം എൻ്റെ കൈ പിടിച്ച് വരാമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഭഗവാൻ ആരെങ്കിലുമൊക്കെ കണ്ടെത്തി ഉണ്ടാവും എന്നിട്ടാണ് എൻ്റെ ഒരു ഉള്ളിലത്തെ ഒരു വിചാരം. അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് തുടങ്ങിപ്പിക്കില്ല ഭഗവാൻ. എനിക്ക് ചാനൽ തുടങ്ങാൻ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തൊക്കെ നിങ്ങളോട് പറഞ്ഞു തരണ്ടേന്നൊക്കെയും ഉള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാതും ഭഗവാൻ അങ്ങനെ പിടിച്ച് കയറ്റി കൊണ്ടുവരാം. ഈ ടിൻ ഫ്ലെയിം ചാനലായ കാരണം വീട്ടിലുള്ളവരോട് ചോദിച്ചിട്ട് അത് തുടങ്ങാൻ പറ്റില്ല. എല്ലാവരും ഒരേ കണ്ണുകൊണ്ടല്ല ഈ ടിൻ ഫ്ലെയിം ജേണീനെ കാണുന്നത്. ടിൻ ഫ്ലെയിം ജേണി എന്ന് വെച്ചാൽ അത്രയും പവിത്രമായൊരു ബന്ധമാണെന്നുള്ളത് നമ്മൾക്കറിയാം. പക്ഷേ അത് എല്ലാവർക്കും അറിയില്ല. മറ്റുള്ളവർ പുറമെന്ന് നോക്കുന്ന ഒരാൾ അതിനെ വേറെ രീതിയിലുള്ളൊരു ജേണിയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചാനൽ തുടങ്ങുമ്പോൾ അതൊരു പ്രശ്നമല്ലേ. അപ്പം ഞാൻ ആരോടും ചോദിക്കാൻ പോയില്ല. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു കടയിൽ പോയി അന്വേഷിച്ചാലോ എന്ന്. അപ്പോൾ കടയിൽ പോകണത് ശരിയല്ലാന്ന് തോന്നി. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. അപ്പം ഞാൻ ഇനി എന്ത് ചെയ്യും, ഈ ചാനൽ തുടങ്ങണം. പക്ഷേ ഞാൻ ഒരു റേക്കി ചാനൽ തുടങ്ങാനാണ് ഞാൻ മുന്നേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഒരു സോൾ പർപ്പസ് വേണമെന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ ഒരു റേക്കിയുടെ ഒരു ചാനൽ തുടങ്ങണം. അതിന് ഫോൺ കംപ്ലൈൻറ്റാണ്. അപ്പോൾ ഫോണൊന്ന് ശരിയായി കിട്ടണം.
അതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളായിരുന്നു. ഫോൺ ശരിയാവല്ല, പുതിയൊരു ഫോൺ കിട്ടിയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോഴാണ് ഭഗവാൻ എനിക്കൊരു ഗിഫ്റ്റായിട്ടൊരു പുതിയ ഫോൺ കിട്ടി. അപ്പം എനിക്ക് മനസ്സിലായി ഇത് ഭഗവാൻ എന്നെക്കൊണ്ട് ചാനൽ തുടങ്ങിപ്പിക്കാൻ തന്നെയാണ്. പിന്നെയും എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇത് വന്നപ്പോൾ ഞാൻ എന്താ ചെയ്തു, ചാനൽ തുടങ്ങാം, എന്നാൽ ഒരു കാര്യം ചെയ്യും, എനിക്ക് അതിൻ്റെ ഗൈഡൻസൊക്കെ തായോ, എനിക്ക് ഒന്നും അറിയില്ല അതിനെ പറ്റിയിട്ട്. അപ്പം അത് ഓരോന്നോരോന്നായി നമുക്ക് വേണ്ട സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ, ആളുകളൊക്കെ നമ്മളിലേക്ക് ഇങ്ങനെ വരുമെന്ന് പറയണത് സത്യമാണ്. അതിനൊരു ഡിവൈൻ ടൈമിംഗ് ഉണ്ടെന്ന് പറയുന്നത് കറക്റ്റാണ്. ഞാനത് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. അപ്പം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ എൻ്റെ മുന്നിലേക്ക് വന്നു. ഞാനിപ്പോൾ ഒരു ചാനൽ തുടങ്ങി, ഇതുമാതിരിയൊക്കെ കാര്യങ്ങൾ പങ്കുവെച്ച് തുടങ്ങി. ഇതൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാത്തിനൊരു ഡിവൈൻ ടൈമിംഗ് ഉണ്ടെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ ഈ ജേണിയിൽ ഞാൻ മനസ്സിലാക്കിയൊരു സത്യമുണ്ട്. ആ സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ജേണിയിലുള്ളവർക്ക് ഒരു ജാതിയോ മതമോ വേറെ അതിരുകളൊന്നുമില്ല. ജാതി മത അതിരുകളൊന്നും ഈ ജേണീനെ ബാധിക്കുന്നില്ല. ഞാൻ തന്നെ യൂണിവേഴ്സിലെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ എന്നെ തന്നെ കാണുന്നത്. നിങ്ങൾ വിളിക്കണം ഭഗവാൻ, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഈശ്വരൻ, അത് എന്നെ കാണാനാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിസ്തു ആവാം, അള്ളാഹു ആവാം, ഏത് നാമത്തിൽ വിളിച്ചാലും ആ ചൈതന്യം ഒന്ന് തന്നെയാണ്. വണ്ണസ്സാണ്, നമ്മുടെ യൂണിവേഴ്സലിൻ്റെ ഒരു പവറാണ്. പിന്നെ ഞാൻ എല്ലാ മതത്തിനും ഒന്നായി കാണുന്ന ഒരാളാണ്. ഒരേ രീതിയിലാണ് ഞാൻ എല്ലാവരും കാണുന്നത്. ഗുരുവായൂർ പോകാറുണ്ട്, ഹിന്ദുസിൻ്റെ വേറെ ഇഷ്ടംപോലെ അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മുസ്ലിംസിൻ്റെ ഭീമാപ്പള്ളിയിൽ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലുള്ളൊരു വേളാങ്കണ്ണിക്കൊക്കെ അടുത്തൊരു നാഗൂർ ദർഗ എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. പേര് തെറ്റിയില്ല എന്ന് എനിക്ക് തോന്നണം. ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവിടുത്തെ പ്രധാന വഴിപാട് ഒരു പീലി കൊണ്ടുള്ളൊരു വഴിപാടാണ്. അവിടെ ഞാൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വേളാങ്കണ്ണിയിൽ പോയിട്ടുണ്ട്. അതുപോലെ വെട്ടുകാട് പള്ളി, പിന്നെ മലയാറ്റൂർ പള്ളി, പട്ടുമല പള്ളി, അതുപോലെ ഒരുപാട് ക്രിസ്ത്യൻസിൻ്റെ ദേവാലയങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് അവിടെയൊക്കെ ഫീൽ ചെയ്തിട്ടുള്ള എനർജി എനിക്ക് ഗുരുവായൂരത്തെ എനർജി തന്നെ. എനിക്ക് എൻ്റെ കണ്ണൻ്റെ എനർജിനെ എവിടെ ചെന്നാലും ഫീൽ ചെയ്യുക. അവിടെ നിന്നൊക്കെ എനിക്ക് എനർജി ഫീൽ ചെയ്യാറുണ്ട്. വേളാങ്കണ്ണിയിൽ പോയി എനിക്ക് ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്തു. അതെനിക്ക് കണ്ണൻ്റെ എനർജി ആയിട്ട് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ഈ മറ്റേ പള്ളിയില്ലേ, ഇവരുടെ പള്ളി പറഞ്ഞത് തമിഴ്നാട്ടിലെ പള്ളി, മുസ്ലിംസിൻ്റെ പള്ളി, അവിടെയൊക്കെ എനിക്ക് എനർജി ഫീൽ ചെയ്തത് ഈ ഒരേ സെയിം എനർജി തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ എനിക്ക് മലയാറ്റൂർ പള്ളിയിൽ ഞാൻ പോയി, അവിടെ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിനാണ് കേട്ടോ ഞാൻ പോയത്. എനിക്ക് അവിടെ കയറണം എന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പോയി അവിടെ ചെന്ന് ഒരു 2 അടി കയറി. അപ്പം ഞാൻ ഒന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ ദൈവമേ, ഇതെങ്ങനെ ഞാൻ കയറുമെന്ന് വിചാരിച്ച് എനിക്ക് തലകറങ്ങി. ഞാൻ അവിടെ ഇരുന്ന് അങ്ങനെ ഇത്തിരി നേരം ഞാൻ അവിടെ കിടന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓക്കെ ആയി, ഞാൻ എണീറ്റു. അപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു എന്നോട്, എന്നാൽ പോണ്ട, എന്തായാലും നിനക്ക് പറ്റില്ലല്ലോ, തലകറങ്ങിയില്ലെന്ന്. അപ്പം ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ ഭഗവാനെ തന്നെ വിളിക്കട്ടെ, എനിക്കങ്ങനെ എന്താ അവരൊക്കെ വിളിക്കാമെന്നറിയില്ല. അപ്പം ഞാനങ്ങനെ പറഞ്ഞു, ഭഗവാനെ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുകയാണോ, ഞാൻ അത്ര ആഗ്രഹിച്ച് വന്നതല്ലേ, ഞാനിങ്ങനെ കയറാനല്ലേ ഇനിയത് എന്ന് വിചാരിച്ചു. പക്ഷേ ഞാനുണ്ടല്ലോ, എൻ്റെ കൈ പിടിച്ചിട്ട് ആരോ കയറ്റിക്കൊണ്ട് പോകുന്നൊരു ഫീലായിരുന്നു. ഒരു കുഴപ്പമില്ലാണ്ട് ഞാൻ കയറി, ഞാൻ മുകളിലെത്തി, ഞാൻ പള്ളിയിൽ കയറി. അവിടുത്തെ എല്ലാതും കഴിഞ്ഞ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഒരു കുഴപ്പമില്ലാണ്ട് തന്നെ താഴത്തേക്കും ഇറക്കി തന്നു. ആ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനതാ പറഞ്ഞത്, എല്ലാം വണ്ണസാണ്, എല്ലാ എനർജിയും ഒന്ന് തന്നെയാണ്. നമുക്ക് ഇൻഫ്ലുവൻസിൻ്റെ ഇടയിൽ ജാതി മതവും ഒന്നിനൊരു പ്രസക്തി ഇല്ല. പിന്നെ ഞാൻ എല്ലാ വ്യാഴാഴ്ചയും ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോണ ഒരാൾ തന്നെയാണ്. കാലത്ത് ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ വരാം, ഉച്ചപൂജ കഴിഞ്ഞ് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചപൂജയൊക്കെ കഴിഞ്ഞ് അമ്പലമൊക്കെ അടച്ചതിന് ശേഷമാണ് ഞാൻ വരുള്ളൂ. ഞാൻ അതിൻ്റെ ഉള്ളിലിരുന്ന് നാമം ചൊല്ലും, മാല ജപിക്കും, സഹസ്രനാമങ്ങൾ ചൊല്ലും, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ് ഞാനവിടെ. അപ്പം ഒരുപാട് പേര് എന്നോട് പറഞ്ഞു വിടാറുണ്ട്, ഇന്ന കാര്യം പറഞ്ഞോളൂ കേട്ടോ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ, ഇന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറില്ല. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ ഭഗവാൻ അറിയാമല്ലോ. അപ്പോൾ ഈ പറഞ്ഞയക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ എത്തിച്ചു കൊടുക്കുന്ന ഒരാളാണ് ശരിക്കും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ ഭഗവാന്റെ അടുത്ത് പറയാം. പലരും എനിക്ക് എഴുതി വിടാറുണ്ട്. എഴുതി തന്നിട്ട് പറയും ഇത് നടക്കിലൊന്ന് സമർപ്പിക്കുമെന്ന്. ശരി, ഞാനത് നടക്കിൽ വെക്കും, ഭഗവാൻ നേരിട്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ പലർക്കും വേണ്ടി ഞാൻ അവരെ പ്രാർത്ഥനയൊക്കെ ഏറ്റെടുത്തിട്ട് ഞാൻ ഭഗവാന്റെ അടുത്ത് ഞാൻ പറയുന്ന ഒരാളാണ് പോയിട്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും പോകാൻ പറ്റാണ്ടൊക്കെ ഇരിക്കുന്നവരൊക്കെ ഇല്ലേ, ദൂരെ ആയാലും പിന്നെ പോകാൻ പറ്റാത്തതൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ അത് ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങൾ കമൻസിലിട്ടാൽ, നിങ്ങൾക്ക് കമൻസിലാണെങ്കിൽ കമൻസിലിടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ഇടണമെങ്കിൽ അത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്, ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ ഞാനതവിടെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചോളാം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ഈ വീഡിയോ അതിനിടയിൽ വേറൊരു കാര്യം പറയാൻ വിട്ട് പോയിട്ട്,
നിങ്ങൾ ഈ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിലൊക്കെ ഇരിക്കുന്ന DFസിൽ അവർക്ക് എന്തെങ്കിലും ഭയങ്കര വിഷമങ്ങളോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു ഗൈഡൻസ് ഒക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ഇടാട്ടോ. ഞാൻ എൻ്റെ ഒഴിവനുസരിച്ച് എന്തായാലും ഉച്ചയ്ക്ക് ശേഷമാവും എനിക്ക് ഒഴിവ് കിട്ടുക. അപ്പോൾ അങ്ങനെ ഞാൻ ഒഴിവ് കിട്ടുമ്പോൾ ഞാൻ വിളിച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഞാൻ നിങ്ങൾക്ക് ഗൈഡൻസ് തരാം. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ സംസാരിക്കാം. അത്രയും വിഷമിച്ചിട്ട് ആരോടൊന്നും പറയാനില്ലാണ്ടിരിക്കണവരൊക്കെ ഉണ്ടാവില്ലേ, പിന്നെ ഒന്നും അറിയാണ്ടിരിക്കണവരൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ എന്നെ ഇങ്ങനെ വിളിക്കട്ടെ. അത് ഭഗവാൻ എന്നെ ഏൽപ്പിച്ചുള്ളൊരു ദൗത്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കേട്ടോ. അതിന് ഞാൻ ഫീസൊന്നും ഞാൻ ഈടാക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ മെസ്സേജ് ഇടട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്